തൃശ്ശൂരിലെ പൂരത്തിന് വേണ്ടി സമാഹരിച്ച ആ വെടിക്കെട്ട് പുര കത്തിച്ചാമ്പലായി. വളരെ കഷ്ടകരമായ ദുഃഖകരമായ അവസ്ഥയാണ് ഉണ്ടായത്. നമുക്കറിയാം, ഇത് പല കാലങ്ങളിലും ഇതുപോലെ പൊട്ടിത്തെറിച്ച് പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ ഇങ്ങനെ ഈ റിസ്ക് എടുത്ത് ഇത്രയ്ക്കും ശബ്ദം ഉണ്ടാക്കുന്ന ഈ വെടിക്കെട്ട് ആസ്വദിക്കുന്ന ഒരു രീതി മാറ്റിക്കൂടെ എന്ന് ചിന്തിച്ചു പോവുകയാണ്. കാരണം ഇതുപോലെ ആളുകളുടെ ജീവൻ എടുക്കുന്നു. അതുപോലെ തന്നെ ഇത് വർഷങ്ങളായി നമ്മൾ ഈ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ ആഘോഷത്തിൻ്റെയും ആചാരത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് എല്ലാവരും ഇത് ആസ്വദിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് വലിയ അപകടം ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനിയെങ്കിലും ഇതൊക്കെ നമ്മൾ വേറെ രീതിയിലാക്കിയിട്ട് വെടിക്കെട്ടിൻ്റെ രീതികൾ മാറ്റി അപകടമില്ലാത്ത രീതിയിൽ, ഇപ്പോൾ യൂറോപ്പിലൊക്കെ ചെയ്യുന്ന പോലെ, ചൈനയിൽ ചെയ്യുന്ന പോലെ അവരൊക്കെ ഇതുപോലെ ഉള്ള ശബ്ദങ്ങളൊക്കെ കുറച്ച് അപകടമില്ലാത്ത രീതിയിലുള്ള കെമിക്കലുകൾ ഇതിനകത്തോടെ ചേർക്കുന്ന പൗഡറുകളൊക്കെ ചേർത്ത് വലിയ അപകടമൊന്നും ഇല്ലാത്ത രീതിയിൽ രസകരമായ രീതിയിൽ ആകാശത്ത് വർണ്ണങ്ങൾ പൊലിയിച്ചുകൊണ്ട് പല പല വിവിധ രീതിയിലുള്ള വർണ്ണങ്ങൾ രസകരമായ രീതിയിൽ ഈ വെടിക്കെട്ടുകൾ അവർ അവതരിപ്പിക്കുന്നത്. കാരണം നല്ല രസമാണ് ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് നിൽക്കാം. അപകടമില്ല, അധികമായ ശബ്ദമുള്ള ഫാമിലി എല്ലാവർക്കും വന്നത് ആസ്വദിക്കാവുന്ന രീതിയിൽ വെടിക്കെട്ടിനെ മാറ്റി അവർ കാണിക്കുന്നത് അത് പഠിക്കണം. ശരിക്കും നമ്മളിത് വളരെ അവിടെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ഇത്രയും റിസ്കുകളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതൊക്കെ ശരിക്കും പരിശീലനം, ഒരു കോഴ്സൊക്കെ ഉണ്ട്. ആ കോഴ്സൊക്കെ വർഷങ്ങളോളം പഠിച്ച് പാസ്സായി പിന്നെ ആളുകളുടെ അകലങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് നമ്മുടെ ഇവിടെയൊക്കെ അത്രയൊന്നും നമ്മൾ പാലിക്കുന്നില്ലല്ലോ. എല്ലാവരും തടിച്ചുകൂടി ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെയൊക്കെ ആണെങ്കിൽ ഇതിനെ സമ്മതിക്കില്ല. കാരണം അപകടം ഉണ്ടായതിന് ശേഷം നമ്മൾ ഇതുപോലെ നമ്മൾ വ്യസനിക്കുകയാണ്. ഇനി അങ്ങനെ ചെയ്യാമായിരുന്നു, ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊക്കെ നമ്മൾ വിലപിക്കുകയാണ്. ഈ ഗവൺമെൻറ്റിനെ കുറ്റം പറയുന്നു, അല്ലെങ്കിൽ പോലീസിനെ കുറ്റം പറയുന്ന കുറേ ആളുകൾ. ആരെയും ഇവിടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ സ്വയം ഇത് വേറെ രീതിയിലാക്കണം. ഇതുപോലെ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവുക. ഇപ്പോൾ തന്നെ നമ്മുടെ കാലാവസ്ഥ എത്ര ചൂടുള്ള കാലാവസ്ഥയാണ്. ആ കാലാവസ്ഥയിൽ ഇതുപോലുള്ള തുറസായ ഒരു പാടത്തിൻ്റെ നടുക്കാണ് ഇതുപോലെ ഒരു വെടിക്കെട്ട് പോലെ ഉണ്ടാക്കിയത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതികഠിനമായ ചൂടത്താണ് ഇതുപോലെ പൊട്ടിത്തെറിക്കുന്ന ഈ സാധനങ്ങൾ ഉണ്ടാക്കി അവർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ അപകടമല്ലത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനെപ്പറ്റി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയെങ്കിലും ഇങ്ങനെയൊക്കെ ഉള്ള ഈ അപകടകരമായ റിസ്ക്, ഇപ്പോൾ ആ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ജനങ്ങളുടെ അവിടെ വലിയൊരു ആവേശവും ആവേശകരമായൊരു ഉത്സവമല്ലേ. അതിന് ഇപ്പോൾ ഭംഗം സംഭവിച്ചില്ലേ. എന്ത് ദുഃഖകരമായ അവസ്ഥയാണ് ഇപ്പോൾ അവിടെ തൃശ്ശൂർ. നമുക്ക് കാണുമ്പോൾ തന്നെ വളരെ വിഷമമുണ്ടാകുന്നു. അപ്പോൾ ഇതുപോലെ ഈ റിസ്കുകൾ ഒഴിവാക്കിയിട്ട് ആ ഉത്സവത്തിനെ നല്ല ആർന്നതാക്കിയെടുക്കാമല്ലോ. ഇപ്പോൾ നമ്മളിതുപോലെ വെടിക്കെട്ടുകൾ എന്നൊക്കെ പറഞ്ഞിട്ടേ വലിയ ഒച്ചപ്പാട് ലഹള ഉണ്ടാക്കാത്ത രീതിയിൽ ഭംഗിയാക്കി മാറ്റിക്കൂടെ? അങ്ങനെ മാറ്റി കഴിയുമ്പോൾ അപകടം ഉണ്ടാവില്ലല്ലോ. അപകടം ഇല്ലാത്ത രീതിയിൽ രസകരമായ രീതിയിൽ ഇത് പൂരം ആഘോഷം ആക്കി കൊണ്ടുവന്ന എന്ത് രസമാണ്. അങ്ങനെ ആക്കിക്കൂടെ? അത് അവിടുത്തെ കമ്മിറ്റിയും വിശ്വാസികളും എല്ലാവരും കൂടി ചേർന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഗവൺമെൻറ് ഇതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ എല്ലാവരും കൂടിയും ഗവൺമെൻറ്റിന്, ഏത് ഗവൺമെൻറ് ആയാലും ഏത് പാർട്ടിയാണെങ്കിലും അതിനെതിരെ തിരിയും ജനങ്ങൾ. അല്ലാതെ നിങ്ങൾ മനസ്സിലാക്കി ഒരുമിച്ച് നിന്ന് ഇത് നല്ല രീതിയിലാക്കണം. വളരെ ശ്രദ്ധിച്ചൊക്കെ ആയിരിക്കും ഇവർ ചെയ്തത്. പക്ഷേ അവശാല എന്തോ സംഭവിച്ചു, അവിടെ ചൂടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നല്ല രീതി എത്രയോ ജീവനാണ് ഇപ്പോൾ പൊലിഞ്ഞത് അവിടെ എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ല രീതിയിലൊന്നാക്കി അപകടമില്ലാത്ത രീതിയിലാക്കി ആ ഉത്സവത്തിനെ പകിട്ടാർന്നതാക്കണം. അതിനെ നിങ്ങളെല്ലാവരും ഒരുമിക്കണം.